കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എൻ്റെ നിസ്സീമമായ സ്വാഗതം. ഒരു കമൻ്റാണ്, നിങ്ങളൊക്കെ കണ്ടു കാണും. ഈ യൗവനത്തിൽ വിവാഹം കഴിക്കുന്ന നക്ഷത്രക്കാരൊക്കെയാണെന്ന്. അത് ഞാൻ പറഞ്ഞുതരാം. യൗവനത്തിൽ തന്നെ, ടീനേജിൽ തന്നെ വിവാഹം കഴിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ. ഞങ്ങൾക്ക് ജ്യോത്സ്യന്മാർ വിവാഹം എന്ന് പറഞ്ഞ് പറയുന്നത് താലി കെട്ടുന്ന സമയമല്ല. ആണോ? അല്ല. ഒരു സ്ത്രീയും പുരുഷനും എപ്പോൾ ഒന്നിക്കുന്നു ആ സമയത്തിനാണ് ഞങ്ങൾ വിവാഹയോഗം എന്ന് പറയുന്നത്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അങ്ങനെയുള്ള നക്ഷത്രക്കാരുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ എല്ലാവരും 10-27 വയസ്സുള്ള ഒരാൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ആ ഭർത്താവിനെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളായിരിക്കുമോ? ഒരു 500 പുരുഷന്മാർ വന്നിട്ടായിരിക്കും ആ ഒരു ഭർത്താവിനെ ആഗ്രഹിക്കുന്നത്. അതിന് മുമ്പ് ആരെ ആഗ്രഹിച്ചിട്ടില്ലേ? അപ്പോൾ അത് പിന്നെ പുറത്ത് പറയത്തില്ല. ഭർത്താവ് ഭാര്യയോട് പറയത്തില്ല, ഭാര്യ ഭർത്താവിനോട് പറയത്തില്ല. അഥവാ ദുർനിമിത്തങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും പറയത്തില്ല അല്ലേ? പറയോ? നിങ്ങൾ പറയോ? ആരും പറയില്ല, ഞാൻ പറയൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ, ഒരു പുരുഷനും സ്ത്രീയും ഒന്നിക്കുന്നതായിട്ടുള്ളൊരവസ്ഥ, ആ ഒരവസ്ഥയുള്ള നക്ഷത്രമുണ്ട്. അശ്വതി നക്ഷത്രം അങ്ങനെയുള്ള നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം അങ്ങനെയുള്ള നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രം അങ്ങനെയുള്ള നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രം അങ്ങനെയുള്ള നക്ഷത്രമാണ്. പുണർ നക്ഷത്രം അങ്ങനെയുള്ള നക്ഷത്രമാണ്. ഇത്ര ശതമാനം ഞാൻ പറയാം. പൂയ നക്ഷത്രം 50% അങ്ങനെയുള്ള നക്ഷത്രമാണ്. 75% അങ്ങനെയുള്ള നക്ഷത്രമാണ്. മിക്കവാറും ഒരു ഇഷ്ടമോ പ്രേമോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എന്തെങ്കിലുമൊക്കെ കാണും. ആയില്യ നക്ഷത്രം, മകൻ നക്ഷത്രം, പൂര നക്ഷത്രം ഒരു 75%, ഉത്തര നക്ഷത്രം 50%, അത്ത നക്ഷത്രം 90%, ചിത്ര നക്ഷത്രം 60%, ചോദ നക്ഷത്രം 40%, വിശാഖ നക്ഷത്രം 90%, അനിഴ നക്ഷത്രം 95%, തൃക്കേട്ട നക്ഷത്രം 99%, മൂല നക്ഷത്രം 100%, പൂരാട നക്ഷത്രം 100%, ഉത്രാട നക്ഷത്രം 75%, തിരുവോണ നക്ഷത്രം 60%, അവിട്ട നക്ഷത്രം ഒരു 75%, ചതയ നക്ഷത്രം 99%, പൂരുരുട്ട നക്ഷത്രം 70%, ഉത്രട്ട നക്ഷത്രം 100%, രേവതി നക്ഷത്രം 100%. അങ്ങനെ യൗവനയുക്തമായിട്ടുള്ള സമയത്ത് ഉള്ള അവസ്ഥയുണ്ടാകാൻ, വിവാഹ സംബന്ധമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള നക്ഷത്രങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ മകയിര നക്ഷത്രം 90%. ശതമാനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ആൾക്കാരുടെ അഭിവാഞ്ഛയാണ്, അറിയാനുള്ള താല്പര്യം. നിങ്ങൾക്കൊരു കാര്യം അറിയാൻ അഭിവാഞ്ഛം ഉണ്ടെങ്കിൽ അത് നമുക്ക് പറഞ്ഞു തരുന്നതിൽ ഒരു ദോഷമില്ല. ഇതിനകത്ത് സ്നേഹം, ഇഷ്ടം, പ്രേമം എല്ലാം നല്ലതാണ്. എല്ലാ ഐശ്വര്യത്തിൻ്റെയാണ്, ഭക്തി എല്ലാം നല്ലതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നന്ദിയും നമസ്കാരവും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.